സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാൻ അലൈൻമെന്റ് മാറ്റത്തിന് തയ്യാറെന്ന് സർക്കാർ. അതിവേഗപാത എന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ല. റെയിൽവേ ഭൂമി കിട്ടാത്തതിന്റെ പേരിൽ പദ്ധതി ഇല്ലാതാകാൻ പാടില്ല. ദക്ഷിണ റെയിൽവേക്ക് കേരയിൽ കത്ത് നൽകി. പാതിവില തട്ടിപ്പിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി DGPയുടെ ഉത്തരവ്. അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി ആനന്ദകുമാർ. തട്ടിയെടുത്ത പണം അനന്തു കൃഷ്ണൻ ജീവിതം ആഡംബരമാക്കാൻ ചിലവഴിച്ചതിനും തെളിവ് പുറത്ത്. അനന്തു കൃഷ്ണനിൽ നിന്ന് പാർട്ടി ഫണ്ട് വാങ്ങിയിരുന്നുവെന്ന് സംബന്ധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കാടിറങ്ങി വന്ന കാട്ടാന ചരിഞ്ഞ നിലയിൽ. ജഡം കണ്ടെത്തിയത് വനത്തിൽ നിരീക്ഷണത്തിന് പോയവർ. ഇന്നലെ രാവിലെ കല്ലാർ തീരത്ത് കുട്ടിയാനയ്ക്കൊപ്പം നിലയുറപ്പിച്ച ആന കാട്ടിലേക്ക് മടങ്ങിയത് വൈകിട്ട്. കയർബോർഡിൽ തൊഴിൽ പീഡന പരാതി ഉന്നയിച്ച വനിതാ ഉദ്യോഗസ്ഥ മരിച്ചു. കൊച്ചി സ്വദേശി ജോളി മധുവിൻ്റെ മരണം തലച്ചോറിലെ രക്തസ്രാവത്തിന് ചികിത്സയിൽ കഴിയവേ. ഓഫീസിലെ മാനസിക സമ്മർദ്ദമാണ് ജോലിയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബം. ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചന. പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് മടങ്ങിവന്ന ശേഷം ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. പർവേഷ് വർമ്മയ്ക്ക് തന്നെ കൂടുതൽ സാധ്യത. MLA-മാരുമായി ചർച്ച പൂർത്തിയാക്കി BJP നേതൃത്വം. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJP. ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പഞ്ചാബിലും AAP സർക്കാർ പ്രതിസന്ധിയിൽ. ആപ്പ് MLA-മാരെ വലയിലാക്കി അധികാരം പിടിക്കാൻ കോൺഗ്രസ് പദ്ധതി. MLA-മാരുടെ യോഗം വിളിച്ച് അരവിന്ദ് കെജ്രിവാൾ. ചേർത്തല ആർത്തുങ്കലിൽ ബാർ അടിച്ചു തകർത്ത് മദ്യക്കുപ്പിയുമായി കടന്ന് കൊട്ടേഷൻ സംഘം. മുഖംമൂടി സംഘത്തിൽ ഒരാൾ പിടിയിൽ. എറണാകുളം തൃക്കാക്കരയിൽ ASIയുടെ തലയിലേക്ക് കല്ലെറിഞ്ഞ അതിഥിത്തൊഴിലാളി. മദ്യപിച്ച് കുഞ്ഞുമായി ഔദ്യോഗിക വാഹനം ഓടിച്ച DYSP അനിൽകുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ വെട്ടിക്കൊന്ന മകന്റെ മന്ത്രവാദ ബന്ധം സ്ഥിരീകരിക്കാൻ പോലീസ്. പ്രതി പ്രജിന്റെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കും. കൊടുങ്ങല്ലൂരിൽ അമ്മയുടെ കഴുത്തറുത്ത മകൻ.